ആരും ഒന്നും പറയണ്ട, സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. മാൻ ഓഫ് ദ മാച്ച് അലഹന്ദ്രോ ഗർണാച്ചോ. ബ്രൂണോ ഫെർണാണ്ടസും അല്ല, കുണിയയും അല്ല, വേറെ ആർക്ക് കൊടുക്കാനും സമ്മതിക്കത്തില്ല. മാൻ ഓഫ് ദ മാച്ച് അലഹന്ദ്രോ ഗർണാച്ചോ. അത്രയ്ക്കും കഷ്ടപ്പെട്ടാണ് അവൻ നമുക്ക് വേണ്ടി കളിച്ചത്. 13ാമത്തെ മിനിറ്റിൽ എസ്തവാവോ ഇഞ്ചുറി കാരണം ഇസ്തവാവോയെ സബ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു. ആ സമയത്ത് ഗർണാച്ചോ ബെഞ്ചിൽ നിന്ന് ചാടി ഇറങ്ങുന്നു. പുള്ളി ആ ഒരു വാമപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നു. വാമപ്പ് തുടങ്ങുന്ന സമയം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അപ്പുറത്ത് നിന്ന് യുണൈറ്റഡ് ഫാൻസ് ചീത്തവിളിയോട് ചീത്തവിളി. ഓക്കെ, അതൊന്നും പുള്ളി മൈൻഡ് ചെയ്യുന്നില്ല. പുള്ളി പോകുന്നു, പുള്ളി ഡ്രസ്സൊക്കെ മാറുന്നു, ജേഴ്സിയൊക്കെ എടുത്ത് ഇടുന്നു. റിവഞ്ച് മോഡിൽ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നു. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ വെച്ച് യുണൈറ്റഡിൻ്റെ ആരാധകരെയും ഒക്കെ വെട്ടിക്കൂട്ടുന്നു. അതായിരുന്നു പുള്ളിയുടെ ഇന്നത്തെ എയിം. പക്ഷേ മത്സരം കഴിയുമ്പോൾ പുള്ളി ഒരു കോമഡി പീസായി മാറി. ആദ്യം റൈറ്റ് വിങ്ങിൽ തുടങ്ങി. റൈറ്റ് വിങ്ങിലൊന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പുള്ളിയെ റൊസനിയർ ലെഫ്റ്റ് വിങ്ങിലേക്ക് മാറ്റി. കാരണം ലെഫ്റ്റ് വിങ്ങിൽ ഡലോയാണ്. ഡലോ എന്ന് പറയുന്ന മനുഷ്യനെ ഡിഫൻസീവലി കുറച്ച് മോശമായിട്ടുള്ള മനുഷ്യനാണ് ഡലോ. അതുകൊണ്ട് തന്നെ ഡലോയ്ക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഗർണാച്ചോ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ ലെഫ്റ്റ് വിങ്ങിലോട്ട് റൊസനിയർ ഗർണാച്ചോയെ മാറ്റി. പക്ഷേ ഗർണാച്ചോ ഡലോയ്ക്കെതിരെ ഒരു ടേക്ക് ഓൺ പോലും നടത്താൻ ഗർണാച്ചോയ്ക്ക് പറ്റിയിട്ടില്ല. ഫുൾ മാച്ച് നോക്കിയോ, പുള്ളിക്ക് 0 ടേക്ക് ഓൺസ്, 0 ഷോട്ട് അറ്റംപ്റ്റ്സ്, 0 ചാൻസസ് ക്രിയേറ്റഡ്, 0 ഗോൾ. ആകപ്പാടെ 0 ഗർണാച്ചോ ഗ്രൗണ്ട് വിടുന്നത്. നിങ്ങൾ നോക്കിയാൽ ഫിസിക്കലി ഗർണാച്ചോയിൽ നിന്ന് ഒട്ടും ഫിസിക്കലല്ലാത്ത കോബി മെനു വരെ ഡോമിനേറ്റ് ചെയ്യുന്നത് കണ്ടു. കൗണ്ടറിൽ ഗർണാച്ചോയ്ക്ക് ബോൾ ഫീഡ് ചെയ്യുമ്പം കോബി മെനുവായിട്ട് ആ ഒരു ഫിസിക്കൽ ബാറ്റിലിൽ കോബി മെനുവിൻ്റെ മുന്നിൽ വരെ ഗർണാച്ചോ മുട്ടുമടക്കുന്നു. ഗർണാച്ചോയുടെ ഒരു സ്ഥിതി ശരിക്കും മനസ്സുകൊണ്ട് നല്ല സന്തോഷം. അതുമാത്രമല്ല, തൊട്ടപ്പുറത്തോടെ നിങ്ങൾ നോക്കിക്കോ, ചെൽസിയുടെ ഓമനപുത്രനായിരുന്ന മേസൺ മൗണ്ട് ചുമല ഷർട്ട്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ചുമല ജേഴ്സിയും അണിഞ്ഞ് ചെൽസി ഫാൻസിനെ നോക്കി മിണ്ടാതിരിക്കട ഷട്ടപ്പ് പറയുന്നു. ചെൽസി ഫാൻസിനും മേസൺ മൗണ്ട് യുണൈറ്റഡിലോട്ട് വന്നത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ മേസൺ മൗണ്ടിനെ കാണുമ്പോഴെല്ലാം നല്ല രീതിയിൽ ചീത്ത വിളിക്കാൻ ചെൽസി ഫാൻസ് മറക്കാറില്ല. അവരെ ഞാൻ കുറ്റം പറയത്തില്ല. പക്ഷേ യുണൈറ്റഡിൽ കളിക്കുന്ന മേസൺ മൗണ്ടിന് അവരെ ഷട്ടപ്പ് പറയാനുള്ള ആ ഒരു അവസരം യുണൈറ്റഡ് ഒരുക്കി കൊടുത്തു, ഒരു 1-0 വിജയം കാരണം. പക്ഷേ ഗർണാച്ചോയുടെ അവസ്ഥ അധോഗതി. അവൻ അവിടെ കിടന്ന് കൈയും കാലും ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. എങ്കിലും 1-0 നമ്മൾ ജയിച്ചു. എങ്കിലും നമ്മുടെ ഫുട്ബോൾ ഭയങ്കര മോശം. ഇന്നത്തെ മത്സരത്തിൽ നിങ്ങൾ നോക്കിയാൽ ചെൽസി 21 ഷോട്ടാണ് നമുക്കെതിരെ, ഷോട്ട് അറ്റംപ്റ്റ്സ് ആണ് നടത്തിയിരിക്കുന്നത്. 3 ഓൺ ടാർഗറ്റ്. അവരുടെ XG നോക്കിയാൽ 1.55. നമുക്കാണെങ്കിൽ ആകപ്പാടെ 4 ഷോട്ട്, 1 ഓൺ ടാർഗറ്റ് ഉള്ളത് മുഴുവൻ മാച്ചിൽ. അത് നമ്മുടെ ഗോളാണ്. ശരിക്കും ആ ഒരു ഗോള് വന്ന രീതി നോക്കിയാലും മത്സരത്തിന് എതിരായിട്ടാണ് നമ്മൾ ആ ഒരു ഗോള് സ്കോർ ചെയ്യുന്നത്. ചെൽസിയാണ് ഗെയിം ഡോമിനേറ്റ് ചെയ്തത്. പക്ഷേ ചെൽസിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. അവിടെ ആകപ്പാടെ ഒരു നെഗറ്റീവ് എൻവയോൺമെൻ്റ് ആണ്. എനിക്ക് തോന്നുന്നത് വേറെ ഏതെങ്കിലും ഒരു ടീമായിരുന്നെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടിയാനെ. ചെൽസി ആയതുകൊണ്ടാണ്. ഇത് ചെൽസി പണ്ടത്തെ ചെൽസിയൊന്നുമല്ല. പണ്ടത്തെ ചെൽസിയോ പണ്ടത്തെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജോ ഒന്നും അല്ലിത്. 1-0 നമ്മൾ ജയിച്ചു, 3 പോയിൻ്റ് കിട്ടി, 3ാം സ്ഥാനത്ത് തുടരുന്നു. ഇത് നമ്മളെ ചാമ്പ്യൻസ് ലീഗ് കിട്ടാൻ നമ്മളെ ഒത്തിരി സഹായിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പോസിറ്റീവാണ്. പക്ഷേ നമ്മുടെ ഫുട്ബോൾ പ്രത്യേകിച്ച് അറ്റാക്കിംഗ് വൈസ് ഭയങ്കര മോശമാണ്. നമുക്ക് അറ്റാക്കിംഗ് വൈസ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. കൗണ്ടറിൽ എനിക്ക് തോന്നുന്നത് ആകെപ്പാടെ എംബിമോടെ ഫസ്റ്റ് ഹാഫിൽ എംബിമോടെ റൺസിനെ ഫൈൻഡ് ചെയ്യുന്നുണ്ട്. ബ്രൂണോ ഫെർണാണ്ടസ് ഫൈൻഡ് ചെയ്യുന്നുണ്ട്. എംബിമോ റൺ ചെയ്യുന്നു, കട്ട് ബാക്ക് കുണിയയ്ക്ക് കൊടുക്കുന്നു. കുണിയുടെ ഫസ്റ്റ് ടച്ച് മോശം, ആ ചാൻസ് പോയി തീർന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസ് കട്ട് ബാക്ക് കൊടുത്താണ് കുണിയ ഗോൾ സ്കോർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൗണ്ടറിൽ 1-2 ചാൻസ് അത്രേ ഉള്ളൂ നമുക്ക്. അവിടെ നമ്മൾ സ്കോർ ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു. നമ്മുടെ XG എന്ന് പറയുന്നത് 0.29 ആണ്. ഡിഫെൻസീവ്ലി നമ്മുടെ ഗെയിം ബെറ്റർ ആയിരുന്നു. ഡിഫെൻസീവ്ലി നമ്മുടെ ഗെയിം ബെറ്റർ ആകാനുള്ള കാരണം ചെൽസി അത്രയ്ക്ക് മോശമാണെന്നേ.
ചെൽസിക്ക് അവരുടെ രണ്ട് ചാൻസ് ക്രോസ് ബാറിൽ ഹിറ്റ് ചെയ്തു. അതൊക്കെ ഗോളായിരുന്നാലത്തെ അവസ്ഥ എന്തായനെ? അത് ഗോളായിരുന്നെങ്കിൽ ചെൽസിക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരമായനെ. അവർക്കൊരു കോൺഫിഡൻസും കാര്യങ്ങളും അവരുടെ ക്ലബിനകത്തുണ്ടാകാൻ ഒരു വലിയൊരു കാരണമായി മാറിയനെ. എന്തോ ഭാഗ്യത്തിന് അതൊന്നും ഗോളായില്ല. അറ്റാക്കിംഗ് വൈസ് എന്ന് പറയുന്നത് നമുക്ക് ക്രിയേറ്റീവ് വൈസ് നമ്മുടെ പിച്ചിൻ്റെ വിട്തൊന്നും യൂസ് ചെയ്യുന്നില്ല. വിങ് വഴി ക്രോസുകളൊന്നും സെസ്കോയെ കളിപ്പിക്കുമ്പോൾ അറ്റംപ്റ്റ് ചെയ്യുന്നില്ല. ക്രോസുകൾ എന്ന് പറയുന്നത് ബോക്സിനകത്തോട്ടുള്ള ക്രോസുകൾ ശരിക്കും പറഞ്ഞാൽ ചെൽസിയെ സംബന്ധിച്ച് ചെൽസിയുടെ ഏറ്റവും വലിയ വീക്ക്നെസ് ആണ് ഈ ക്രോസിനെ ഡിഫെൻഡ് ചെയ്യുന്നത്. എന്തുകൊണ്ട് നമ്മൾ അത് അറ്റംപ്റ്റ് ചെയ്യുന്നില്ല? ഫൈനൽ തേർഡിൽ എത്തുമ്പോഴും നമ്മൾ പൊസഷൻ ലൂസ് ചെയ്യുന്നു, ചെൽസിക്ക് പൊസഷൻ കൊടുക്കുന്നു, തിരിച്ച് ചെൽസി വന്ന് അറ്റാക്ക് നടത്തുന്നു, നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്നു. ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. ആകെപ്പാടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസ്, ആ മനുഷ്യൻ്റെ 18ാമത്തെ അസിസ്റ്റ് പുള്ളി നേടിയിട്ടുണ്ട്. ബാക്കിയുള്ള മത്സരങ്ങളിൽ ആ 2-3 അസിസ്റ്റും കൂടെ നേടി 21 അസിസ്റ്റാക്കി റെക്കോർഡ് പുള്ളിയുടെ കയ്യിൽ ഒതുക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. നിങ്ങളൊക്കെ ഓർക്കണം, ആദ്യത്തെ 19 മത്സരം ഡിഫെൻസീവ് മിഡ്ഫീൽഡറായിട്ട് കളിച്ച മനുഷ്യനാണ് ഇപ്പം 18 അസിസ്റ്റ് നേടിയിരിക്കുന്നതെന്ന് ഓർക്കണം. പിന്നെ കോബി മേനുവിൻ്റെ ഗെയിം നോക്കിയാലും കോബി മേനു നമ്മുടെ ഡിഫൻസിൽ വരുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേയും കൂടെ ബോൾ കീപ്പ് ചെയ്യാനുള്ള കുറച്ചുകൂടെ ഒരു കാംനെസ്, അതുപോലെ തന്നെ പൊസഷൻ കീപ്പ് ചെയ്യാൻ നമുക്ക് പറ്റുന്നു. ഗെയിം റീഡ് ചെയ്ത് പ്രോപ്പറായിട്ട് പൊസഷൻ വിൻ ചെയ്യാനൊക്കെ കോബി മെനുവിന് സാധിക്കുന്നുണ്ട്. കാരണം കോബി മെനു കറക്റ്റായിട്ട് ഗെയിം റീഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒത്തിരി ഭയങ്കരമായിട്ടുള്ള ടാക്കിൾസിനൊന്നും പോകാതെ തന്നെ പുള്ളി ഈസിലി ബോൾ വിൻ ചെയ്യുന്നതൊക്കെ നമ്മൾ മിഡ്ഫീൽഡിൽ നിന്ന് കണ്ടു. അതുകൊണ്ട് തന്നെ പൊസഷൻ കീപ്പ് ചെയ്യാനും ആ ഒരു കാംനെസ്സിനും ശരിക്കും പറഞ്ഞാൽ മിഡ്ഫീൽഡിൽ കോബി മെനു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചാൻസസ് ക്രിയേഷനോ ഗോൾ സ്കോറിങ്ങോ ആ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ കോബി മെനുവിനെ കണ്ടിട്ട് കാര്യമില്ല. പുള്ളി ഇങ്ങനത്തെ കാര്യങ്ങളിലാണ് ഗെയിം റീഡ് ചെയ്ത് കറക്റ്റായിട്ട് ആ ഒരു മിഡ്ഫീൽഡിൽ ഒരു ശാന്തത കൊണ്ടുവരാനുള്ള ഒരു ശ്രമം. അതാണ് കോബി മെനുവിനെ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഗുണം. അപ്പം മത്സരം ജയിച്ചുകൊണ്ട് തന്നെ ഇനിയിപ്പം മൈക്കൽ കാരിക്കിനെ പെർമനൻറ്റ് കോച്ചാക്കണം എന്നുള്ള മുറവിളികൾ കൂടും. ഞാനിതുവരെ കൺവിൻസ്ഡ് അല്ല. കാരണം കഴിഞ്ഞ ഓരോ മത്സരം കഴിയും തോറും നമ്മുടെ ഫുട്ബോൾ ഭയങ്കര മോശമാകുക. നമ്മളിന്ന് ഒത്തിരി ഡിഫെൻഡ് ചെയ്തു, നമ്മൾ ഗോളൊന്നും കൺസീഡ് ചെയ്തില്ല, ഒരു ഗോളിന് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ ജയിച്ചു. ഇതൊക്കെ നല്ല കാര്യമാണ്. ചെൽസിയുടെ ടീം അത്രയ്ക്ക് മോശമാണ്. നിങ്ങൾ ഓർക്കണം, ചെൽസിയുടെ ടീം അവർ മാനേജറിന് വേണ്ടി ഒന്നും കളിക്കുകയല്ല, എങ്ങനെയൊക്കെയോ ഓരോ മത്സരങ്ങളും തള്ളി നീക്കി ഈ ഒരു സീസൺ അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ചെൽസി കഴിഞ്ഞ 6-7 മത്സരങ്ങളായിട്ട് ആകപ്പാടെ ഒരു മത്സരമാണ് ജയിച്ചിരിക്കുന്നത്. അതും ആരുമായിട്ടാണ് ജയിച്ചത്? പോർട്ട് വെയിൽ എന്ന് പറയുന്ന 3rd tier ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗ് സിസ്റ്റത്തിലെ 3rd tier കളിക്കുന്ന പോർട്ട് വെയിലിനെതിരെയാണ് ചെൽസി ജയിച്ചത് എന്ന് ഓർക്കണം. ചെൽസിയുമായിട്ടുള്ള പെർഫോമൻസ് നമുക്ക് ഒരിക്കലും കണക്ക് കൂട്ടാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ആ ഒരു മൈക്കൽ കാരിക്കിനെ ജഡ്ജ് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ഒരിക്കലും കണക്ക് കൂട്ടാൻ പറ്റുന്നൊരു മത്സരമല്ല. 3 പോയിൻ്റ് കിട്ടി സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കുക, അത്രയേ ഉള്ളൂ. നമ്മുടെ ഫുട്ബോൾ ഭയങ്കര മോശമാണ്. കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നതുകൊണ്ട് ഇന്നും നമ്മൾ സ്ട്രഗിൾ ചെയ്തു. നമ്മൾ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. എങ്ങനെയൊക്കെയോ ഒരു ഗോൾ നമ്മൾ സ്കോർ ചെയ്തുകൊണ്ട് ബാക്കി ഡിഫെൻഡ് ചെയ്തു. ചെൽസിയുടെ കഴിവുകേടുകൊണ്ട് ചെൽസി ഗോൾ സ്കോർ ചെയ്തില്ല. മര്യാദയ്ക്ക് ഒരു ഫ്രീക്ക്, ഒരു കോർണർ പോലും എടുക്കാൻ അവർക്ക് ആർക്കും പറ്റുന്നില്ല. എൻസോ ഫെർണാണ്ടസ് എന്നൊക്കെ പറയുന്ന മനുഷ്യൻ തകർന്ന അവിടെ ചെൽസിയിൽ നിൽക്കുന്ന ആ സസ്പെൻഷൻ പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഗർണാച്ചോയുടെ അവസ്ഥ കണ്ടില്ലേ? അപ്പോൾ അവിടുത്തെ ഒരു ഹോൾ എൻവയോൺമെൻറ്റ് തന്നെ മോശമാണ്. മൈക്കൽ കാരിക്കിനെ ഈ ഗെയിമൊന്നും വെച്ചുകൊണ്ട് ജഡ്ജ് ചെയ്യരുത്. മുന്നോട്ട് നന്നായി കഴിഞ്ഞാൽ ഓക്കെ കൊടുക്ക്, എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. പക്ഷേ ഇതൊന്നും കണ്ട് എടുത്ത് ചാടി മൈക്കൽ കാരിക്കിനെ അപ്പോയിൻറ്റ് ചെയ്യരുത്. ഭയങ്കര മണ്ടത്തരമാണ്, നാശത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ മുന്നോട്ടുള്ള നമ്മുടെ മത്സരമൊക്കെ നോക്കുകയാണെങ്കിൽ അടുത്ത 2 മത്സരവും ഹോം മത്സരങ്ങളാണ്. 27-ാം തീയതി ബ്രണ്ട്ഫോർഡിനെതിരെ, അത് കഴിഞ്ഞ് മെയ് 3-ാം തീയതി ലിവർപൂളിനെതിരെ. അപ്പം വമ്പൻ മത്സരങ്ങൾ വരും ദിനങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര പരീക്ഷണങ്ങളുടെ ദിവസങ്ങളാണ്. ഇതിനെയൊക്കെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. നമുക്ക് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷനും കാര്യങ്ങളിലും ഒക്കെ എത്താൻ പറ്റട്ടെ. ഈ ഫുട്ബോളും ഒക്കെ ആയിട്ട് അങ്ങോട്ട് ചാമ്പ്യൻസ് ലീഗിലൊക്കെ ചെന്ന് പെട്ടാണല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചന്നം കമൻസായിട്ട് ഇടുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.